നാം ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത, നാം മനസ്സിൽ പോലും കാണാത്ത പല തെറ്റുകളും പല കാര്യങ്ങളും നമ്മെ കുറിച്ച് ആരോപിക്കാം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട ഒരു അധ്യായമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം, അതിന്റെ 18-ാം അധ്യായം. ഇതിൽ 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ യേശു കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളും പ്രതിപാദിച്ചിരിക്കുമ്പോൾ, തുടർന്നുള്ള വചനങ്ങൾ യേശു കർത്താവിന്റെ വിചാരണയും തന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്ന ഭാഗവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു അധ്യായം വായിക്കുമ്പോൾ യേശു കർത്താവിന്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി നമുക്ക് അവിടെ കാണുവാനായി കഴിയും. തന്നോട് കൂടെ നടന്ന ശിഷ്യനായിരുന്നു യൂദ. പക്ഷെ ഒടുവിൽ യൂദയാണ് യേശു കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നത്. തന്റെ എല്ലാ ശുശ്രൂഷകളിലും കൂട്ടാളിയായി തന്നെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ശിഷ്യനായിരുന്നു പത്രോസ്. പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തിയപ്പോൾ യേശു കർത്താവിനെ തള്ളി പറയുകയും ചെയ്തു. എന്നാൽ ഇവരോടൊക്കെ യേശു കർത്താവ് ക്ഷമിച്ചു. പത്രോസിനോട് യേശു ക്ഷമിച്ചത് കൊണ്ടാണ് പിൽക്കാലത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരങ്ങളിൽ പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ പ്രവർത്തിക്കുകയും വലിയ വലിയ ശുശ്രൂഷകൾ പത്രോസിലൂടെ ചെയ്തെടുക്കുകയും അസാധാരണമായ ദൈവിക കൃപ പത്രോസിലൂടെ ദേശങ്ങളിൽ ചലിക്കപ്പെടുകയും ചെയ്തത്. അത് മാത്രമല്ല, മാറി മാറി യേശു കർത്താവിനെ വിചാരണ ചെയ്തു. താൻ ചെയ്യാത്ത തെറ്റുകൾ ആരോപിച്ച്, താൻ ചെയ്യാത്ത കുറ്റം ആരോപിച്ച് മാറി മാറി വിചാരണ ചെയ്യപ്പെട്ടു. പക്ഷെ ആ മേഖലകളിലൊക്കെ യേശു കർത്താവ് വളരെ സൈലന്റ് ആയിട്ടിരുന്നു. അല്ലെങ്കിൽ തിരിച്ച് ഞാൻ അങ്ങനെയല്ല, അല്ലെങ്കിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ച് ആർഗ്യൂ ചെയ്യാതെ എല്ലായിടത്തും മിണ്ടാതിരുന്ന ഒരു ഭാഗം നമുക്ക് അവിടെ കാണുവാനായി സാധിക്കും. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ തയ്യാറായി, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ തയ്യാറായി. നമ്മോടുള്ള സ്നേഹം കാരണമാണ് യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി, നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് വേണ്ടി ജീവനെ നൽകിയത്. മാറി മാറി വിചാരണ ചെയ്യുമ്പോഴും, ഇല്ലാത്ത തെറ്റുകൾ തന്നിൽ ആരോപിക്കപ്പെടുമ്പോഴും, ചെയ്യാത്ത പാപങ്ങൾ തന്നിൽ ചുമത്തുമ്പോഴും യേശു കർത്താവിന്റെ മനസ്സിൽ നാം ഓരോരുത്തരും മാത്രമായിരുന്നു. നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ് യേശു കർത്താവ് ആ മേഖലകളിൽ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളിലൊക്കെ മിണ്ടാതിരുന്നത്. തന്റെ മേൽ ഉള്ള വാഗ്ദത്തം ആ ഒരു സമയത്ത് നിറവേറപ്പെടേണ്ടതുണ്ട് എന്ന് യേശു കർത്താവിന് തന്നെ തീർച്ചയായും അറിയാമായിരുന്നു. ഈ ദിവസങ്ങളിൽ പലപ്പോഴും നമുക്കെതിരെ ഇതുപോലുള്ള ഇല്ലാവചനങ്ങൾ ഓരോരുത്തരും പറയുന്നുണ്ടാവും. നമുക്കെതിരെ പല കുറ്റങ്ങളും ആരോപിക്കാം. ഒരുപക്ഷെ നാം ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത, നാം മനസ്സിൽ പോലും കാണാത്ത പല തെറ്റുകളും പല കാര്യങ്ങളും നമ്മെ കുറിച്ച് ആരോപിക്കാം. പക്ഷെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഈ ദിവസങ്ങളിൽ നാം കേൾക്കുന്ന ചില തെറ്റായ കാര്യങ്ങളിൽ, നമ്മെ കുറിച്ച് ആരോപിക്കുന്ന ചില തെറ്റായ കാര്യങ്ങളിൽ നാം തിരിച്ച് മറുത്ത് ഒരു കാര്യവും സംസാരിക്കരുത്. ചില മേഖലകളിൽ നാം മൗനം പാലിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തി എന്നോട് ഇത് പറഞ്ഞത് കൊണ്ട് ഒരു 10 ഇരട്ടി എനിക്ക് തിരിച്ചു പറയണം എന്നുള്ള മനോഭാവം നമ്മിൽ നിന്ന് ഈ ദിവസങ്ങളിൽ മാറണം. എല്ലാവരോടും ക്ഷമിക്കുവാൻ, എല്ലാവരെയും സ്നേഹിക്കുവാൻ, എല്ലാവരോടും താഴ്മ കാണിക്കുവാനുള്ള മനസ്സ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാകണം. ഇന്ന് ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ നാം നോക്കുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത് പലപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയാത്ത അനുഭവം, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയാത്ത അനുഭവം, മറ്റുള്ളവരെ കൂടി കരുതുവാൻ കഴിയാത്ത അനുഭവങ്ങളാണ് പല വലിയ വലിയ ക്രൂരതകളിലേക്ക് നയിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ മനോഭാവങ്ങൾ മാറട്ടെ. മറ്റുള്ളവരെ ക്ഷമിക്കുവാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, മറ്റുള്ളവരെ കൂടി കരുതുവാൻ, മറ്റുള്ളവരെ കൂടി ഒന്ന് സ്നേഹിക്കുവാനുള്ള മനസ്സ് നമ്മിൽ ഉണ്ടാകട്ടെ. യേശു കർത്താവിനെ മാറി മാറി വിചാരണ ചെയ്യുമ്പോഴും, മാറി മാറി ചെയ്യാത്ത കുറ്റങ്ങൾ തന്നിൽ ആരോപിക്കുമ്പോഴും, ജനം ഒരുപോലെ യേശു കർത്താവിനെ തള്ളിക്കളയുമ്പോഴും, യേശു കർത്താവ് ഒരു തെറ്റുപോലും ചെയ്യാതിരുന്നിട്ടും കള്ളനായ ബറബാസിനെ ജനത്തിന് വിട്ടുകൊടുക്കണമെന്ന് നിലവിളിച്ചിരുന്ന ജനസമൂഹത്തിന്റെ നടുവിലും യേശു കർത്താവ് മിണ്ടാതിരുന്നു. അവരോടൊക്കെയും ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സ് യേശു കർത്താവിനുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ യേശു കർത്താവ് നമുക്ക് എന്താണോ കാണിച്ചു തന്നത്, നമുക്ക് ഏത് മാതൃകയാണോ പറഞ്ഞു തന്നത്, നമുക്ക് ഏത് മാതൃകയാണോ കാണിച്ചു തന്നത്, അതേ പാതയിലൂടെ നമുക്ക് പോകുവാൻ കഴിയണം.
മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ നാം മനസ്സിലിട്ട് അവരോട് ഒരു വൈരാഗ്യം തോന്നാതെ വണ്ണം അവരോട് ക്ഷമിക്കുവാൻ, കർത്താവ് അവർ ഇങ്ങനെ പറഞ്ഞു പോയി, അവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ നമുക്കും പറയുവാൻ സാധിക്കണം. പലപ്പോഴും പലരുടെയും അറിവില്ലായ്മ കൊണ്ടായിരിക്കാം നമ്മെ കുറിച്ച് തെറ്റായ വചനങ്ങൾ പറയുന്നത്, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, നമ്മെ കുറിച്ചുള്ള ശാപവാക്കുകൾ പറയുന്നത്. പക്ഷെ ഈ ദിവസങ്ങളിൽ അങ്ങനെ പറയുന്നവർ, നമുക്കെതിരെ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. നാം ഒരു വാക്ക് പറയുന്നുണ്ട്, ആ ഒരു വ്യക്തി ഒരു കാര്യം പറയുമ്പോൾ അതിനെതിരായി നാം മറുതലിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് നാം പറയുമ്പോൾ, അതിനിരട്ടിയായി നാം ചില കാര്യങ്ങൾ തിരിച്ചു പറയുമ്പോൾ ആ വ്യക്തിയിൽ, ആ കേൾക്കുന്ന വ്യക്തിയിൽ കൂടുതൽ നമ്മോടുള്ള പക വർദ്ധിക്കുകയാണ്. മറിച്ച് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചു നോക്കൂ. ഉറപ്പായും പരിശുദ്ധാത്മ അവരെ തൊടുവാൻ ഈ ദിവസങ്ങളിൽ ശക്തനാണ്. കർത്താവ് അവരെ തൊടുക തന്നെ ചെയ്യും. ഈ ദിവസങ്ങളിൽ നമ്മുടെ മനോഭാവങ്ങൾ മാറി നാം ദൈവസന്നിധിയിൽ നിന്ന് ക്രമീകരിക്കപ്പെട്ട് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, മറ്റുള്ളവരെ കൂടി ഒന്ന് സ്നേഹിക്കുവാനുള്ള മനസ്സ് നമ്മിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.